ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് പാഠഭാഗത്തിന്റെ എക്സാം കിറ്റാണ് നോക്കാൻ പോകുന്നത്. +2 ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കവിതയാണ് എനി വുമൺ എന്ന കവിത. കാതറിൻ ടൈനാൻ ആണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ എക്സാം കിറ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റുകൾ, അതേപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സാം കിറ്റിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ, എക്സാമിന് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പോയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ പോയം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, പതിവായിട്ട് എക്സാമിന് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട്, അതിന് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ചോദ്യം പതിവായിട്ട് വരാറുണ്ട്. 8 മാർക്കിന്റെ ചോദ്യമാണ് വരാറുള്ളത്. അപ്പോൾ അപ്രീസിയേഷൻ എങ്ങനെ സിമ്പിളായിട്ട് എഴുതാം എന്നീ കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ്സുകളാണ് പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് പോയിന്റ്സ് ടു റിമെമ്പർ, അഥവാ എന്തൊക്കെ പോയിന്റ്സുകളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ, ഒന്നാമത്തെ പോയിന്റ് ആണ് പോയം അബൌട്ട് ദി ട്രഡീഷണൽ റോൾ ഓഫ് വുമൺ. അപ്പോൾ ഈ ഒരു കവിത, എനി വുമൺ എന്ന് പറയുന്ന ഈ ഒരു കവിത സ്ത്രീകളുടെ പരമ്പരാഗതമായിട്ടുള്ള റോളിനെ കുറിച്ചാണ് പറയുന്നത്. അഥവാ ഒരു കുടുംബത്തിൽ സ്ത്രീകൾ പരമ്പരാഗതമായിട്ട് വഹിച്ചു പോകുന്ന അവരുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കവിത നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, അഥവാ ഈ ഒരു കവിതയിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കവി ഇവിടെ സ്ത്രീകളെ പലതുമായിട്ടും ഉപമിച്ചുകൊണ്ടാണ് കവിതയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ആലങ്കാരിക പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ആലങ്കാരിക പ്രയോഗമാണ് കീസ്റ്റോൺ എന്നതാണ്. കീസ്റ്റോൺ എന്ന് വെച്ചാൽ മൂലക്കല്ല് അല്ലെങ്കിൽ ആണിക്കല്ല് എന്നതാണ്. അപ്പോൾ ഒരു വീടിന്റെ നിലനിൽപ്പ് എന്ന് പറയപ്പെടുന്നത് ഈ ഒരു ആണിക്കല്ലിലാണ്. ആ ഒരു ആണിക്കല്ല് ഇല്ലാതെ ആയാൽ വീട് മുഴുവനായിട്ടും തകർന്ന് ഇല്ലാതെയായി പോകുന്നതാണ്. എന്നതുപോലെ തന്നെ സ്ത്രീ എന്ന് പറയപ്പെടുന്നത് ഒരു വീടിന്റെ എല്ലാമാണ്. സ്ത്രീ ഇല്ലെങ്കിൽ വീട് ഒന്നും ഇല്ല എന്നാണ് കവി ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. രണ്ടാമതായിട്ട് കവി ഉപയോഗിച്ചിരിക്കുന്ന ആലങ്കാരിക പ്രയോഗമാണ് ആർച്ച് എന്നുള്ളതാണ്. ആർച്ച് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, വീടിനൊക്കെ എല്ലാം ആർച്ചുകൾ ഉണ്ടാവും. അപ്പോൾ ആർച്ചുകൾ ഇല്ലെങ്കിൽ വീടുകളൊക്കെ ഒരുപക്ഷെ തകർന്നു പോകാനും സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് കവി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ രീതിയാണ് പില്ലർ എന്നുള്ളതാണ്. പില്ലർ എന്ന് വെച്ചാൽ തൂണുകളാണ്. അപ്പോൾ വീടിന്റെ നെടും തൂണുകൾ, ആ തൂണുകൾ ഇല്ലാതെ ആയാൽ വീട് തന്നെ തകർന്നു പോകുന്നതാണ്. അപ്പോൾ സ്ത്രീകളെ ഇവിടെ പില്ലർ എന്നുള്ള ഈ ഒരു മെറ്റഫറിനോട് ഉപമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാമതായിട്ട് കവി ഉപയോഗിച്ചിരിക്കുന്ന ആലങ്കാരിക പ്രയോഗമാണ് ഫയർ ആൻഡ് ലൈറ്റ് എന്നുള്ളത്. അപ്പോൾ സ്ത്രീകൾ എന്നുള്ളത് ഏതൊരു വീടിന്റെയും തെളിച്ചവും വെളിച്ചവും ഒക്കെ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ സ്ത്രീകൾ എന്ന് പറയപ്പെടുന്ന വെളിച്ചമില്ലെങ്കിൽ വീട് തന്നെ ഇരുട്ടായിരിക്കും എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും മെറ്റഫർ അല്ലെങ്കിൽ ആലങ്കാരിക പ്രയോഗ രീതികളാണ് ഈ ഒരു കവിതയിൽ കവി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് കീസ്റ്റോൺ ആണ്, രണ്ടാമതായിട്ട് ആർച്ചാണ്, മൂന്നാമതായിട്ട് പില്ലറാണ്, നാലാമതായിട്ട് ഫയർ ആൻഡ് ലൈറ്റ്. അപ്പോൾ ഈ 4 ആലങ്കാരിക പ്രയോഗങ്ങൾ, മെറ്റഫർ രീതി കവി ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത മൂന്നാമതായിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് പ്രൊട്ടക്ട്സ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി ഫ്രം ഓൾ ഈവിൽ ഫോഴ്സസ്. കുടുംബത്തെയും അതേപോലെ തന്നെ കുട്ടികളെയും എല്ലാവിധ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്നതും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ കുട്ടികളിലേക്കും അതേപോലെ തന്നെ കുടുംബത്തിലേക്കും വന്നു ചേരാവുന്ന എല്ലാവിധ സാമൂഹിക തിന്മകളെ തൊട്ടും തടഞ്ഞു നിർത്തുന്നതും സ്ത്രീകൾ തന്നെയാണ് എന്നും ഈ ഒരു കവിതയിൽ കാതറിൻ ടൈനാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് വിഷസ് ടു ലിവ് ലോങ് ഇനഫ് ടു സീ ഹർ ചിൽഡ്രൻ ഗ്രൗ. അങ്ങനെ ഈ ഒരു കവിത കാതറിൻ ടൈനാൻ അവസാനിപ്പിക്കുന്നത് അവസാനമായിട്ട് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. അഥവാ എന്റെ കുട്ടികൾ വളർന്നു വലുതായി അവരെ കാണാനുള്ള ഒരു ആയുസ് എനിക്ക് നൽകണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു കവിത കാതറിൻ ടൈനാൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിൽ പൂർണ്ണമായിട്ടും പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയും അതുപോലെ തന്നെ വീടും എന്നുള്ള ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വീട് എന്ന് പറയപ്പെടുന്നത് മൊത്തമായിട്ടും സ്ത്രീകളാണ്. സ്ത്രീ എന്ന് പറയപ്പെടുന്ന ഒരാൾ വീട്ടിൽ ഇല്ലെങ്കിൽ ആ വീട് എന്ന് പറയപ്പെടുന്നത്
പറഞ്ഞിരിക്കുന്നത് ഇരുൾമുട്ടിയിരിക്കുന്ന ഒരു ലോകമായിരിക്കും, ഒരു അന്ധകാരമാണ് മൊത്തമായിട്ട് നിറഞ്ഞു നിൽക്കുക എന്നാണ് കാതറിൻ ടൈനാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ്സുകൾ. വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാകുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ റീപ്ലേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വെറും ക്വസ്റ്റ്യൻസുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ അടുത്ത മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അറിഞ്ഞു വെക്കേണ്ട എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് റോൾ പ്ലേഡ് ബൈ ട്രഡീഷണൽ ആൻഡ് പ്രസന്റ് ഡേ വുമൺ. പരമ്പരാഗതമായിട്ടുള്ളതും അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും സ്ത്രീകൾ വഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം സിഗ്നിഫിക്കൻസ് ഓഫ് വുമൺ ഓർ മദർ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിലെ മദർ അല്ലെങ്കിൽ വുമൺ എന്നീ വാക്കുകൾ കൊണ്ട് അർത്ഥവത്താക്കുന്നത് എന്താണ്, ഈ വാക്കുകളുടെ പൊരുൾ എന്താണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ അർത്ഥം അല്ലെങ്കിൽ പൊരുൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തെ ചോദ്യം എ മദർ നാരേറ്റിംഗ് ഹെർ റോൾ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിൽ അമ്മ വഹിക്കുന്ന റോളുകളെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ എന്തൊക്കെ ധർമ്മങ്ങളാണ് അമ്മ നിർവഹിക്കുന്നത്, അപ്പോൾ ഒരു കുടുംബത്തിൽ ഓരോ അമ്മമാരും വഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഫാർ ദ പോർട്രയൽ ഓഫ് വുമൺ ഇൻ ദ പോയം ഹാസ് ചേഞ്ച്ഡ് ആൻഡ് വൈ. ഈ ഒരു കവിതയിൽ സ്ത്രീകളെ എത്ര കണ്ട് ചിത്രീകരണത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഇത്രയും കൂടുതലായിട്ട് ഈ ഒരു കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് നാലാമത്തെ ചോദ്യം. പോർട്രയൽ എന്ന് വെച്ചാൽ ചിത്രീകരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു കവിതയിൽ ഒരുപാട് ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്, അഥവാ മെറ്റഫർ രീതികൾ കവിതയിൽ കവി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര കണ്ട് സ്ത്രീകളെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് നാലാമത്തെ ചോദ്യം. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ഡസ് വുമൺ സഫർ ബിറ്റ്വീൻ ഹെർ ഡ്യൂട്ടി ആൻഡ് അഫെക്ഷൻ, എക്സ്പ്ലെയിൻ ഹെർ മ്യൂട്ടിഫാരിയസ് റോൾ. സ്ത്രീകൾ അവരുടെ ചുമതലകൾക്കിടയിലും അതായത് സ്നേഹത്തിനിടയിലും വല്ല ക്ലേശങ്ങളോ പ്രയാസങ്ങളോ കാര്യങ്ങളോ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ക്വസ്റ്റ്യൻസുകൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കാര്യങ്ങളോ ഒക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സുകളൊക്കെ നല്ലവണ്ണം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ശേഷം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നല്ലവണ്ണം എഴുതി പഠിക്കുക. അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. വീഡിയോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ ഓൾ.